ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ധാർഷ്ട്യത്തോടുകൂടി നമ്മൾ സംസാരിക്കില്ല. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും ഈ ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നത് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ, അഹങ്കാരം, 9 അതോടുകൂടി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ നിന്റെ ചൈതന്യം എന്റെ ഉള്ളിലുണ്ടാകണമെന്നും അന്ത്യത്തിൽ ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ എന്റെ ചൈതന്യം നിന്നിൽ സ്പന്ദമാകണമെന്നും അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഈ 80 വയസ്സുവരെ ജീവിക്കുന്ന നമ്മള്, 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മള്, 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായ നമ്മള്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ ഇതേ രൂപത്തിൽ ഇല്ലാതിരുന്ന നമ്മള്, അടുത്ത നൂറ്റാണ്ടിലും ഇതേ സമയത്ത് നമ്മൾ ഉണ്ടാവില്ലെന്ന ബോധമുള്ള നമ്മളുടെ മനസ്സില് ഓർമ്മ വരും. എന്തോർമ്മ വരും? വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകില്ല എന്ന ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. ആ ധന്യമായ ജീവിതമാണ് എന്നുമെന്നും ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ മുമ്പില് ആത്മീയതയും ഭൗതികതയും ചേർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. അപ്പൊ ആത്മീയതയും ഭൗതികതയും ചേർത്തുകൊണ്ട് ജീവിക്കുമ്പോ എന്താ ഓർമ്മിക്കേണ്ടത്? നല്ല രീതിയിൽ പരിചയസമ്പന്നരായ നമ്മൾ എന്നും ഓർമ്മിക്കണം. എന്താണ്? നമ്മുടെ ജീവിതം ഇതൊരു ഗ്യാപ്പാണ്. അനവധി ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ആത്മാവ്, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യം സർവഗതസ്ഥാണുരചലോയം സനാതന. ഭഗവത്ഗീതയിലെ വരിയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തില് ഏതൊരു ചൈതന്യമാണോ മുറിക്കാൻ, ആയുധം കൊണ്ട് മുറിക്കാൻ, അഗ്നി കൊണ്ട് കത്തിക്കാൻ, വെള്ളത്തിൽ അലിയിപ്പിക്കാൻ, വായു കൊണ്ട് ഉണക്കാൻ സാധ്യമല്ലാത്തത്, ആ ചൈതന്യം നിത്യമാണ്, എല്ലാത്തിലുമുള്ളതാണ്, തളരാത്തതാണ്, തകരാത്തതാണ്, എന്നുമെന്നുമുള്ള ആ ചൈതന്യം ഈ ശരീരത്തെ തെരഞ്ഞെടുത്തു. ഈ ശരീരം ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഃ ധ്രുവം ജന്മമൃതസ്യ ച. ഈ ശരീരം ജനിച്ചതുകൊണ്ട് ജനിച്ചതെല്ലാം കുറേ കാലം നിലനിന്ന് പിന്നെ അത് തിരിച്ചു പോകും. ഇപ്പൊ ജന്മമുള്ളതിനെല്ലാം മരണമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജന്മമില്ലാത്തതാണ് ആത്മാവ്.